ഹായ് ഫ്രണ്ട്സ്, ഗ്രീൻ ആൻഡ് റെഡ് ഫീൽസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനൊരു പുതിയ റെസിപ്പി കൊണ്ടാണ് വന്നിട്ടുള്ളത്. ഇന്ന് നമ്മൾ പാലുകൊണ്ട് പാൽക്കോവയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും ഒരേപോലെ ഇഷ്ടപ്പെടുന്ന ഒരു സ്വീറ്റാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണെന്ന് നോക്കാം. അതിനു മുമ്പ് ഞാൻ ലാസ്റ്റ് ചെയ്തിട്ടുള്ള മൈസൂർ പാക്ക് ചെയ്തിട്ട് കുറേ ഫ്രണ്ട്സ് എനിക്ക് അന്ന് തന്നെ ചെയ്തിട്ട് അതിനുള്ള ഫോട്ടോസൊക്കെ അയച്ച് വാട്സപ്പിൽ ഫോട്ടോ ഒക്കെ തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവർക്കെല്ലാം എൻ്റെ ഒരു ബിഗ് താങ്ക്സ്. പിന്നെ നിങ്ങൾ ഇങ്ങനെയൊക്കെ ട്രൈ ചെയ്യുന്നെന്ന് അറിയുന്നതേ എനിക്ക് വലിയൊരു അംഗീകാരമാണ്. എല്ലാവർക്കും എൻ്റെ താങ്ക്സ് കേട്ടോ. പിന്നെ ഈ വീഡിയോ ഞാൻ ചെയ്യുന്നത് കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. പിന്നെ ഫസ്റ്റ് ടൈം കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. പിന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ എന്നെ ഒന്ന് കമൻസ് ആയിട്ടും അറിയിക്കണം. പിന്നെ കുറേ ഫ്രണ്ട്സൊക്കെ കാണുമല്ലോ, അവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുതേ. അപ്പോൾ നമുക്ക് നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് കിടക്കാൻ സമയമായിട്ടുണ്ട്. നമുക്കൊന്ന് സ്റ്റാർട്ട് ചെയ്താലോ? നമ്മുടെ പാൽക്കോവയ്ക്ക് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ്: പാൽ 1 ലിറ്റർ എടുത്തിട്ടുണ്ട്, നെയ്യ് 2 ടേബിൾ സ്പൂൺ, പഞ്ചസാര 2 ടേബിൾ സ്പൂൺ, പിന്നെ ഏലക്ക ഒരു 3 എടുത്തിട്ടുള്ളൂ. വളരെ സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ് കേട്ടോ ഇത്. അപ്പോൾ ഇതേപോലൊരു പാത്രത്തിലേക്ക് നിങ്ങൾ നോൺ സ്റ്റിക്കിൻ്റെ ഉണ്ടെങ്കിൽ അതെടുത്തോളൂ. നമുക്ക് ആ പാലൊന്ന് തിളപ്പിക്കാം. പാൽ നന്നായിട്ട് അത് വറ്റിച്ചെടുക്കണം. അതാണ് നന്നായിട്ട് പറ്റി വരുമ്പോഴാണ് പാൽക്കോവ റെഡി ആവത്തുള്ളൂ. അപ്പോൾ അതുപോലെ തന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടുന്നത്, ഇപ്പം ഞാൻ 1 ലിറ്റർ പാലിൽ നിന്ന് ഞാൻ ഏകദേശം ഒരു 200-250 ഗ്രാമിന് ഉള്ളിലുള്ള പാൽക്കോവയാണ് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. അതോരോ പാലിൻ്റെ കൊഴുപ്പിൻ്റെയൊക്കെ അനുസരിച്ചാണ് നമുക്കത് കറക്റ്റായിട്ട് കിട്ടത്തുള്ളൂ. അപ്പോൾ എനിക്ക് ഇത്രയും കിട്ടി, പക്ഷെ നിങ്ങൾക്ക് അത് കുറച്ചേ കിട്ടുള്ളൂ. അങ്ങനെയുള്ളതൊന്നും വിഷമിക്കേണ്ട. അത് ചില പാലിൻ്റെ കൊഴുപ്പിൻ്റെ അനുസരിച്ച് അങ്ങനെ വരും. അപ്പോൾ ഈ പാല് തിളച്ചതിന് ശേഷം ഇതേപോലെ ഒരു തടിയുടെ തവി എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ സൈഡിൽ ഒട്ടിപ്പിടിക്കുന്ന ആ പാട കൂടി ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഒന്ന് മാറ്റി കൊടുക്കാം. അപ്പോൾ നമുക്ക് അത്രയും നഷ്ടം വരത്തില്ല. അല്ലെങ്കിൽ അതിൻ്റെ സൈഡിലൊക്കെ ഒട്ടിപ്പിടിക്കും. എങ്ങനെയാണെങ്കിലും കുറേയൊക്കെ ഒന്ന് ഒട്ടിപ്പിടിക്കുക. അതാണ് ഞാൻ പറഞ്ഞത്, നോൺ സ്റ്റിക്കിൻ്റെ പാത്രം ഉണ്ടെങ്കിൽ അത്രയും നല്ലതായിരിക്കും. അതുപോലെ ഇത് തിളച്ചതിന് ശേഷം നമുക്ക് തീയൊന്ന് നന്നായിട്ട് കുറച്ച് കൊടുക്കാം. സിമ്മിലിടരുത്, അതിന് കുറച്ച് കൂട്ടി കൊടുത്തോളൂ, കുഴപ്പമൊന്നുമില്ല. അതുപോലെ തന്നെ ഇത് ഒത്തിരി ടൈം എടുക്കുമല്ലോ എന്ന് കരുതി ആരും ചെയ്യാതിരിക്കരുത്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്വീറ്റാണ്. അപ്പോൾ നമ്മൾ സാധാരണ കുക്ക് ചെയ്യുന്ന സമയത്ത് ഇതും കൂടി അടുത്ത സ്റ്റൗവിൽ വെച്ചിട്ട് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. അപ്പോൾ ഏകദേശം നമ്മുടെ പാലൊന്ന് കുറുകി വന്നിട്ടുണ്ട് കേട്ടോ. ഞാൻ സ്പൂണിലൊന്ന് എടുത്ത് കാണിക്കാവേ. കുറുകി വന്നിട്ടുണ്ട്. ഇതേപോലെ ഫുള്ള് കുറുകി ആ പാൽ ഫുള്ള് പറ്റിയതിന് ശേഷം നമുക്ക് അതിന് വേണ്ടുന്ന പഞ്ചസാരയും നെയ്യും ഒക്കെ ആഡ് ചെയ്ത് കൊടുത്ത് പാൽക്കോവ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. അപ്പോൾ നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള പഞ്ചസാരയും ഏലക്കയും കൂടെ ഞാനൊന്ന് മിക്സിയിൽ പൊടിച്ച് വെച്ചിട്ടുണ്ട്. ലാസ്റ്റ് നമുക്ക് അതുകൂടി ആഡ് ചെയ്യണം. അപ്പം നമ്മൾ പഞ്ചസാരയൊക്കെ ആഡ് ചെയ്യുന്ന സമയമായിട്ടുണ്ട് കേട്ടോ. ഞാൻ പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കുകയാണേ. ഇങ്ങനെ ആവുന്ന സമയത്ത് നമുക്ക് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് 2 മിനിറ്റ് അങ്ങനെ ഇരിക്കട്ടെ. മൊത്തത്തിലൊന്ന് മിക്സ് ചെയ്തിട്ട് 2 മിനിറ്റിന് ശേഷം, ഇപ്പം ഞാൻ സിമ്പിളാണ് തീ വെച്ചിട്ടുള്ളത്, കൂടുതൽ വെക്കണ്ട. രണ്ട് മിനിറ്റിന് ശേഷം നമുക്ക് നെയ്യ് കൂടി 2 ടേബിൾ സ്പൂൺ നെയ്യ് കൂടി ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. അത് നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചതിന് ശേഷം 2 മിനിറ്റ് അതുകൂടി അങ്ങനെ ഇരിക്കട്ടെ. അതിനുശേഷം നമുക്ക് സ്റ്റൗ സ്വിച്ച് ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മുടെ പാൽക്കോവ റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്വീറ്റാണ്. നമ്മളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. പിന്നെ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും എൻ്റെ താങ്ക്സ്. ബൈ.